ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് മുതൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിംസ് കണ്ടെത്തി നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചേക്കുന്നത് മലയാളത്തിൽ ഇറങ്ങിയ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ്. ബ്ലൂബെറി എന്നാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ കഥ, തിരക്കഥ പവി പോളാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആനന്ദാണ്. എഡിറ്റർ യദു ആണ്. ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഇതൊരു ക്രൈം ത്രില്ലർ ഷോർട്ട് ഫിലിമാണ്. ക്രൈം ത്രില്ലർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ഷോർട്ട് ഫിലിം. ഒരു അടിപൊളി മേക്കിംഗ് ഷോർട്ട് ഫിലിം. ഞാൻ ഇന്ന് വരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള ക്രൈം ത്രില്ലർ ഷോർട്ട് ഫിലിംസിലൊന്ന്. ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇതിനൊരു കളർ ഗ്രേഡിംഗ് ഉണ്ട്. പക്ക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കളർ ഗ്രേഡിംഗ്, അഭിനയം, അതുപോലെ തന്നെ എഡിറ്റിംഗ് എല്ലാം കിടു. ട്വിസ്റ്റ് ഒരുപക്ഷെ നമുക്ക് ഈ കഥയിനകത്ത് ഈ ഇത്ര പർട്ടിക്കുലർ ആൾക്കാരിൽ തന്നെ ഈ ഒരു എന്താ പറയാ കൊലയാളി ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിയാൽ പോലും അതിലോട്ട് എത്തുന്ന രീതി എല്ലാം മേക്കിംഗ് വൈസ് ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ എന്താ പറയാ ഷോർട്ട് ഫിലിമാണ്. ഏകദേശം 5,00,000-ൽ പരം ആൾക്കാർ ഇപ്പൊ തന്നെ ഓൾറെഡി ഈ ഒരു വെബ് സീരീസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇത് റീച്ച് ആവാൻ എന്താ പറയാ അത്ര ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇതിനെക്കുറിച്ച് ബാക്കി പറയാനാണെങ്കിലേ, ഇതിന്റെ കഥ നടക്കുന്നത് ഒരൊറ്റ ദിവസത്തെ കഥയായിട്ട് കാണിക്കുന്നത്. ഒരു ലോഡ്ജിനകത്ത് കുറച്ച് ആൾക്കാർ ആ ദിവസമുണ്ട്. അവിടെ താമസിക്കുന്ന ഒരാള്, അയാളൊരു കഥാകൃത്താണ്. അയാള് സ്ഥിരം ആ ഹോട്ടലിൽ വരുന്ന അല്ലെങ്കിൽ ആ ലോഡ്ജിൽ വരുന്ന ഒരാളാണ്. അന്നേ ദിവസം അയാൾ ലോഡ്ജിൽ വരുന്നു. അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ ആരോ കൊല ചെയ്യപ്പെടുന്നു. ആരാലോ അയാൾ കൊല ചെയ്യപ്പെടുന്നു. ആ നമുക്കറിയാം ആ ഒരു ലോഡ്ജിലുള്ള ഒരാൾ തന്നെയാണ് ആ കൊലയാളി എന്നുള്ളത്. ആ ഒരു ഇതിൽ തന്നെ സ്പോയിലർ ആവാതെ തന്നെ പറയാട്ടോ. അതിനുശേഷം ഈ ഇത് കേസ് അന്വേഷിക്കാനായിട്ട് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു. കൂടെ ഇതിന്റെ പഠനത്തിന്റെ ആവശ്യത്തിനായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞനും കൂടെ വരുന്നുണ്ട്. ഈ മനഃശാസ്ത്രജ്ഞനും ഈ പോലീസ് ഉദ്യോഗസ്ഥനും തന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ഈഗോ ക്ലാഷ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ തൻ്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു അതിന്റെ പവർ കാണിക്കാൻ വേണ്ടി പുള്ളി ചെയ്യുന്ന ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അതിനുശേഷം ഈ കഥയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഇടി, ഫൈറ്റ്, അവിടുന്ന് ട്വിസ്റ്റ്, ഇവിടുന്ന് ട്വിസ്റ്റ്, അതിനേക്കാളൊക്കെ ഉപരി ഭയങ്കര ചോദ്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സിനിമയാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ഒക്കെ ആണെങ്കിൽ കാണുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. ചോദ്യങ്ങൾ കൊണ്ട്, അതായത് ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് കൊലയാളിയിലോട്ട് എത്തുന്ന ഒരു രീതി. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഭയങ്കര കൈയടക്കത്തോടെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവർ ഓരോ ആൾക്കാരെയും ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ മാനറിസംസ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം ബിഹേവിയർ ഒക്കെ ഇവർ നോട്ട് ചെയ്യുന്നു. അതും ഈ 2 ക്യാരക്ടേഴ്സ്, അതായത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ചെയ്തിരിക്കുന്ന ആളും ഈ മനഃശാസ്ത്രജ്ഞനായിട്ട് വന്നിരിക്കുന്ന ആളും, അവര് സൂപ്പർ സൂപ്പർ സൂപ്പർ. അവരുടെ ബോഡി ലാംഗ്വേജ്, ആക്ഷൻസ്, അവരുടെ സംസാര രീതി, അവരുടെ പ്രസന്റേഷൻസ് എല്ലാം പക്കയെന്ന് വെച്ചാൽ പക്ക. ഇവര് രണ്ടുപേരും ആ ഒരു എന്താ മനഃശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അത്ര മികച്ച പെർഫോമൻസ് ആണ് അവർ രണ്ടുപേരും ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. സോ ഞാൻ വീണ്ടും പറയാണ്, മലയാളത്തിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്നത് കണ്ടുപിടിച്ച് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു ബ്ലൂബെറി ഇൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ളതെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതെനിക്ക് കൂടുതൽ മോട്ടിവേഷൻ ആവുകയും കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോദനമാവുകയൊക്കെ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.